വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു അപ്പമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് രീതിയിൽ അപ്പമാവ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഫസ്റ്റ് ടൈമായിട്ടാണ് ചെയ്യുന്നത്. ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പം അവരതിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചരി ഉപയോഗിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് റേഷൻ പച്ചരിയാണ്. അപ്പോൾ റേഷൻ പച്ചരിയിൽ സോഫ്റ്റായിട്ട് കിട്ടുമോ എന്ന് നമുക്ക് വീഡിയോയുടെ എൻഡിൽ നോക്കാം. അപ്പം 2 നാഴി പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ല വൃത്തിയായിട്ടൊരു 4-5 വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഇത് റേഷൻ പച്ചരി ആയതുകൊണ്ട് ഇതിൽ ഒരുപാട് അഴുക്കും കല്ലും ഒക്കെ കാണും. അപ്പോൾ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്താലേ അതൊക്കെ മാറി കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കിലോ മീൻസ് വെളിയിൽ നിന്ന് കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം അരിയിൽ നിന്ന് കുറച്ച് മുകളിലായിട്ട് കുറച്ച് അത്രയും മതി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ഒരു സ്റ്റീൽ കപ്പാണ് മെഷർമെൻറ്റ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് കപ്പ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവിനാണ് ഞാനിന്ന് ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ കപ്പിൽ തന്നെ 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാരയുടെ അളവ് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കുക, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ, മധുരം വരുന്നത്. അതിനുശേഷം ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഞാൻ 2 നാഴി പച്ചരിക്കാണ് ഇത് ചേർത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ എടുക്കണമെങ്കിൽ കൂടുതൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഒരിക്കലും കുറച്ച് ചേർക്കരുത്, മാക്സിമം കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ല വൃത്തിയായിട്ട് ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിത് നൈറ്റാണ് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി അടച്ച് മാറ്റി വയ്ക്കുവാണ്. പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് അരയ്ക്കുന്നത്. അപ്പം ഞാനൊരു 2 ബാച്ചായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കിത് വേണമെങ്കിൽ പകലൊരു 4-5 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഫ്രിഡ്ജിലെടുത്ത് വെച്ചതിന് ശേഷം രാവിലെ ഒരു അരമണിക്കൂർ മുമ്പ് വെളിയിൽ വെച്ചിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇപ്പം ഞാനിത് രാവിലെ ആണ് അരയ്ക്കുന്നത് കേട്ടോ. അരച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വെളിയിൽ വെച്ച് അതൊന്ന് പുളിക്കാൻ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഞാൻ ആ രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഓരോരുത്തരുടെ സമയം അനുസരിച്ച് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാനിപ്പം അരച്ചെടുത്തത്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈവച്ച് ഇളക്കി കൊടുക്കാം. ഞാനൊരു തവി ഉപയോഗിച്ചാണ് ഇളക്കുന്നത് കേട്ടോ. ഇളക്കിയതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ വരെ വേണമെങ്കിലും വയ്ക്കാൻ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 1/4 മണിക്കൂറോളം വച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നോർമലി അപ്പം ചുട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിന്ന് ഡിഫറൻ്റായിട്ട് ദോശക്കല്ലിലല്ല അപ്പച്ചട്ടിയിലാണ് കേട്ടോ. എൻ്റെ പഴയ അപ്പച്ചട്ടി ഞാൻ പൊടി തട്ടി എടുത്തു, കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഞാനിന്ന് വീഡിയോയ്ക്ക് വേണ്ടി അപ്പം ചുട്ടെടുക്കുവാണ് കേട്ടോ. കാരണം അപ്പുവിന് ദോശക്കല്ലിൽ ചുട്ട് കൊടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ ഇന്ന് എന്തായാലും ഇതിലൊന്ന് ചുട്ടാമെന്ന് വിചാരിച്ചു. അതിൽ ഞാൻ ചുട്ടെടുത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പമാണ്. റേഷൻ അരി എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പറ്റുമെങ്കിൽ റേഷൻ അരി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്നെ അറിയിക്കണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം റേഷൻ അരി ഉപയോഗിച്ചും ഇങ്ങനെ ഈ രീതിയിൽ അപ്പം ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് സക്സസ് ആയിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കണേ. താങ്ക് യു.